മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ മോഡൽ ചോദ്യപേപ്പറും റിവിഷനും ഒരുമിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോഡൽ ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങളും അതോടൊപ്പം ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് പറഞ്ഞു പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ ചോദ്യം, കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ. കോപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം അല്ലേ? അപ്പൊ ദേഷ്യം വന്നാൽ എന്തൊക്കെ അപകടങ്ങളാണ് ഉള്ളത്? ഇപ്പുറത്ത് ഉത്തരമുണ്ട്. വിരലുകൾ ഊമ്പുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നരകത്തിൽ കടക്കാൻ കാരണമാകും ബുഖ്ല്, റിയാ പിൻപറ്റുക. ഏതാണ് ഉത്തരം മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് പാഠത്തിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് നീ കോപിക്കരുത് എന്നുള്ള പാഠം. ഈ പാഠത്തിൽ രണ്ട് ഹെഡിങ്ങുകളായിട്ട് ചുവപ്പ് കളറിൽ കൊടുത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ, പിന്നെ മറ്റൊന്നോ കോപം അടക്കാനുള്ള മാർഗങ്ങൾ. ഇത് രണ്ടിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയ 3 പഠിക്കണം. കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ കോപം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരാൾ ദേഷ്യം പിടിച്ചാൽ എന്തൊക്കെയാണ് അപകടം ഉണ്ടാവുക? മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും, കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത. മറ്റുള്ളവർ നമ്മുടെ ഡാഷാകും, എന്താണ്? ശത്രുക്കളാകും. ഇനി ഇവിടെ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റിയത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്. എന്താണ്? എന്നും ഖേദിക്കാൻ ഇടയാകും. അതായത് നമ്മൾ ദേഷ്യം പിടിച്ച ഒരാളോട് ദേഷ്യം പിടിച്ചാൽ എന്താവും? പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. പിന്നെ നരകത്തിൽ കടക്കാൻ കാരണം. അപ്പോൾ ഇത് രണ്ടും കാണാതെ പഠിക്കാം. അതായത് കോപം വന്നാലുള്ള അപകടം, ദേഷ്യം പിടിച്ചാലുള്ള അപകടം എന്തൊക്കെയാണ്? എന്നും ഖേദിക്കാൻ കാരണമാകും, പിന്നെ നരകത്തിൽ കടക്കാൻ കാരണമാകും. ഖേദിക്കാൻ എങ്ങനെ എഴുതാൻ നോക്കുക? ഖേദിക്കാൻ. ഇനി അതോടൊപ്പം നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോപം അടക്കാനുള്ള മാർഗങ്ങൾ. എന്താ കോപം അടക്കുക എന്ന് പറഞ്ഞാൽ? അതായത് ദേഷ്യം പിടിച്ച ദേഷ്യം ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? ദേഷ്യം ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതാ ഏറ്റവും എളുപ്പമുള്ള ഞാൻ പറയാം. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ. ഓക്കെ. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ. ഓക്കെ. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക. ഇത് രണ്ടും പഠിച്ചില്ലേ? ഇനി വുളൂ ചെയ്യലുണ്ട്, പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാ. അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ മിനിമം 3 പഠിക്കുക. ഇത് നിൽക്കുന്നവനും ഇരിക്കുന്നവനും നിങ്ങൾക്ക് അറിയാം. ഇരിക്കുന്നവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കിടക്കൽ എഴുതാൻ പഠിക്കട്ടോ. നിൽക്കുന്നവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇരിക്കുക. പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലുക, വുളൂ ചെയ്യുക. ഇതൊക്കെ എന്താണ്? കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ ഓർമ്മിക്കൽ എന്ന് എഴുതി എങ്ങനെ എഴുതാൻ നോക്കുക. അപ്പൊ 2 കാര്യം പഠിച്ചല്ലോ. അതായത് കോപം പിന്നെ അടക്കാനുള്ള മാർഗവും കോപം വരുത്തി വെക്കുന്ന അപകടം രണ്ടും പഠിച്ചു. അപ്പോൾ ഇവിടെ കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ ഏതാണ്? നരകത്തിൽ കടക്കാൻ കാരണം. അതാണ് ശരിയായ ഉത്തരം. അടുത്ത്, മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് ഡാഷ്. എന്താ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഷോ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറൊരാൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്ന ആളാണ് എന്നൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇബാദത്ത് ചെയ്യുക. അങ്ങനെ ഇബാദത്ത് ചെയ്യണതിന് എന്താ പറയുക എന്നാണ് ചോദിക്കുന്നത്. അത് ഈ പാഠത്തിലാണ്. ഏതാണ്? കൽബിന് കാവലിരിക്കാം. ഈ പാഠത്തിൽ 1, 2, 3, 4 കാര്യം പഠിക്കാണ്ട്, 4 കാര്യത്തിന്റെ വിശദീകരണം പഠിക്കാണ്ട്. ഒന്നാമത്തെ നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം, മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. ആരാധന ഏറെ നിസ്കരിക്കുക, നോമ്പ് വിൽക്കുക, മറ്റുള്ള ഖുർആൻ ഓതുക, ഇതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ മദ്രസയിൽ വന്ന ഉടനെ ഖുർആൻ ഓതുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഖുർആൻ ഓതുന്നത്? ക്ലാസ്സിലുള്ള എല്ലാവരും നമ്മളെക്കുറിച്ച് അവൻ നല്ല ഖുർആൻ ഓതുന്ന ആളാണ് പറയാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതുക. എന്നാൽ അതെന്താണ്? റിയാ ആണ്. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് റിയാ? മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. ഇവിടെ റിയാ എന്താണ്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് ഡാഷ്. എന്താണ്? റിയാ. ഓക്കെ. അപ്പോൾ ഇത് 2 പഠിച്ചു. അടുത്തത് ഇവിടെ പഠിക്കേണ്ടത് ഷിർക്ക് എന്നാൽ എന്താണ് ഷിർക്ക്? ഷിർക്കിന് 2 വരി പഠിക്കാണ്ട്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ പോലെ മറ്റൊരാളുണ്ടെന്നോ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊന്നുണ്ടെന്നോ ഉള്ള വിശ്വാസമാണ് ഷിർക്ക്. അത് വിശ്വാസം നമ്മളെ മനസ്സിൽ ഒരു വിശ്വാസം. എന്ത്? അള്ളാഹുവിനെ പോലെ മറ്റൊരാൾ വേറെ ആളുണ്ട്, അള്ളാഹിനെ പോലെ എല്ലാ ശക്തിയും കഴിവുള്ള ഒരാൾ വേറെ ആളുണ്ട് നമ്മൾ വിശ്വസിച്ചാൽ എന്തായി? ഷിർക്കായി. അല്ലെങ്കിലോ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് വേറൊരാളുണ്ട്, മറ്റൊരാളുണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്. അപ്പൊ എന്താണ് ഷിർക്ക്? അള്ളാഹുവിനെ പോലെ മറ്റൊരാളുണ്ടെന്നോ. എങ്ങനെ എഴുതാൻ നോക്കുക? മറ്റൊരാളുണ്ടെന്നോ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊന്നുണ്ടെന്നോ ഉള്ള വിശ്വാസമാണ് ഷിർക്ക്. അപ്പൊ നമ്മൾ ഷിർക്കും പഠിച്ചു, റിയാവും പഠിച്ചു. അടുത്ത മൂന്നാമത്തെ കിബിർ പറഞ്ഞ അഹങ്കാരം. എന്താണ്? സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസാരമാക്കലുമാണ് കിബിർ. സത്യം എങ്ങനെ സത്യം എഴുതാൻ നോക്കുക? നിഷേധിക്കൽ, ഇവിടെ ഹാ വേണം. ഇവിടെ യാ വേണം. നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലും.
ആളുകളെ നെവർ മൈൻഡ് ആക്കുക, സത്യം നിഷേധിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കിബിറിന്റെ സ്വഭാവം. എന്തൊക്കെ? സത്യം നിഷേധിക്കുന്ന സത്യം അംഗീകരിക്കൂല, സത്യം വിശ്വസിക്കൂല, സത്യം നിഷേധിക്കും, ജനങ്ങളെ നിസാരമാക്കും, എല്ലാവരും ഇൻസൾട്ട് ആക്കും. എനിക്ക് പുതിയ ചെരുപ്പുണ്ട്, എനിക്കൊന്നും പുതിയ ചെരുപ്പില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക, അല്ലെങ്കിൽ അവരെ നിസാരാക്കുക, അങ്ങനെ ചെയ്യുക. അതൊക്കെ കിബിറാണ്, അത് അഹങ്കാരമാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് എന്താണ് കിബിർ? സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസാരമാക്കലും, അതാണ് കിബിർ. ഇങ്ങനെയും വരും എന്ത്? സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസാരമാക്കലുമാണ് ഡാഷ്. എന്താണ്? കിബിർ 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 കിബിർ. ഓക്കെ. അടുത്ത് ബുഖ്ല്. അപ്പോൾ ഷിർക്ക് റിയാ കിബ്ർ ബുഖ്ല്, ഷിർക്ക് റിയാ കിബ്ർ ബുഖ്ല്, ഷിർക്ക് റിയാ കിബ്ർ ബുഖ്ല്. ഓക്കെ. എന്താണ് ബുഖ്ല് എന്ന് പറഞ്ഞാൽ? ബുഖ്ല് എന്ന് പറഞ്ഞാൽ പിഷ്കത്തരം നമ്മൾ പറയില്ല, അതാണ്. സമ്പത്ത് പറഞ്ഞാൽ പൈസ ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുക, അതിങ്ങനെ പിടിച്ചു വെക്കാൻ ആർക്കും കൊടുക്കൂല, അങ്ങനെ ചെയ്യലാണെന്ത്? ബുഖ്ല് എന്ന് പറയും, ബിഷ്കത്തരം. സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചു വെക്കലാണ് ബുഖ്ല്. ഇവിടെ എഴുതാൻ പഠിക്കേണ്ട കുറച്ച് വാക്കുകൾ. ഒന്ന് സമ്പത്ത്, രണ്ട് ആവശ്യത്തിന്, ത്തിന്, പിന്നെ ചെലവഴിക്കാതെ പിടിച്ചു. അപ്പോൾ ചെലവഴിക്കാതെ, ഈ വാക്കുകൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ 4 കാര്യം പഠിച്ചു. ഷിർക്ക് റിയാ കിബ്ർ ബുഖ്ല്. 4 പഠിച്ചില്ല. ഈ 4 എന്താണെന്നറിയോ? ഈ 4 ഇവിടെ പറയുന്നുണ്ട്. എന്താ ഈ 4 കൽബിനെ നാം കാത്തു സൂക്ഷിക്കണം. കൽബിനെ കാത്തു സൂക്ഷിക്കേണ്ട 4 കാര്യമാണിത്. ഷിർക്ക് റിയാ കിബ്ർ ബുഖ്ല്, ഷിർക്ക് റിയാ കിബ്ർ ബുഖ്ല്. അങ്ങനെ പഠിച്ചാൽ മതി. ഷിർക്ക് റിയാ കിബ്ർ ബുഖ്ല്. അതെന്താണ്? കൽബിനെ നാം കാത്തു സൂക്ഷിക്കണം. എന്തിനെ തൊട്ട്? ഷിർക്ക് റിയാ കിബ്ർ ബുഖ്ല്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അടുത്ത് നോക്കാം. അപ്പൊ അവിടെ 2 ഉത്തരം കിട്ടി. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് എന്ത്? റിയാ. അടുത്ത് സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചു വെക്കലാണ് എന്ത്? ബുഖ്ല്. അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ച് എന്ത് ചെയ്യണം? പിൻപറ്റുക. എന്താണ്? പിൻപറ്റുക. അടുത്തത് ഇതിപ്പോ ഇവിടെ മാച്ച് ദ ഫോളോയിങ് തന്നത്, ഇനി ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും, അപ്പൊ പിൻപറ്റുക എഴുതാൻ പഠിക്കണം കേട്ടോ. അടുത്തത് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ആരാണ്? എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആർക്കും സംശയം ഉണ്ടാവില്ല. അടുത്ത് ഭക്ഷണം കഴിച്ച ശേഷം എന്ത് ചെയ്യണം? വിരലുകൾ ഊമ്പുക, അതും എല്ലാവർക്കും അറിയാം. അടുത്ത് ഒരാളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഡാഷ്. അതെന്താ സംഭവം? ഒരാളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാ, ഒരാളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവമാണ് എന്ത്? കൽബ്. എന്താണ്? കൽബ്. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിക്കണം എന്നറിയോ? ചോദ്യം 3 രൂപത്തിൽ വരാം. 1, ഒരാളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവമാണ് ഡാഷ്. എന്താണ്? കൽബ്. എന്താ കൽബ് പറഞ്ഞാല്? ഹൃദയം, ഹാർട്ട്. അപ്പോൾ ഒരു ചോദ്യം അതായി. ഇനി വേറൊരു ചോദ്യം, ഒരാളുടെ പ്രവർത്തനങ്ങളെ ഡാഷ് കൽബ് എന്താ? നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവമാണ് കൽബ്. അടുത്ത് വേറൊരു ചോദ്യം, പിന്നെ കൽബ് എന്താണ് ചെയ്യുന്നത്? എന്താ? ഒരാളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവം. ഇനി വേറൊരു ചോദ്യമുണ്ട്, ഒരാളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഡാഷ് കൽബ് എന്താ? ഒരു പ്രധാന അവയവമാണ് കൽബ്. ഇതും തരും, പിന്നെ കൽബും തരും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഇത് പൂരിപ്പിക്കാൻ വരും. എന്താ? ഒരു പ്രധാന അവയവമാണ്. എങ്ങനെ എഴുതാൻ നോക്കുക? അവിടെ ഹാവാണ്. പ്രധാന അവയവമാണ് കൽബ്. അത് പഠിച്ചില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. എന്താ അടുത്ത ചോദ്യം? അള്ളാഹു നമ്മുടെ കൽബിനെ നിരീക്ഷിച്ചു. അള്ളാഹു നമ്മുടെ കൽബിനെ എന്താണ്? എവിടെ? അള്ളാഹു നമ്മുടെ കൽബിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ പൂരിപ്പിക്കണ്ട്. ഇനി പരീക്ഷയ്ക്ക് ഇത് ഫുള്ളായിട്ട് എഴുതാനും വരും. അപ്പൊ നിരീക്ഷിച്ചു എങ്ങനെ എഴുതാൻ നോക്ക്? നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മുടെ കൽബിനെ ഡാഷ് എന്താ? നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക? അള്ളാഹു ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ പഠിക്കേണ്ടത്, ഇവിടെ 2 പോയിന്റ് കൂടി പഠിക്കേണ്ടത്. അതായത് ശുദ്ധമായ കൽബ്. ശുദ്ധമായ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആരോടും ദേഷ്യമൊന്നുമില്ലാത്ത, ഹൃദയത്തിൽ വേണ്ടാത്ത ചിന്തകളൊന്നുമില്ലാത്ത ശുദ്ധമായ കൽബുള്ളവൻ നല്ല മനുഷ്യനാണ്. അപ്പൊ നല്ല മനുഷ്യൻ ആരാണ്? ശുദ്ധമായ കൽബുള്ളവൻ. പഠിച്ചില്ലേ? ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് കേട്ടില്ല. അതേപോലെ ശുദ്ധമായ കൽബുള്ളവൻ നല്ല മനുഷ്യൻ, ദുഷിച്ച കൽബുള്ളവൻ ചീത്ത മനുഷ്യൻ. 2 ഉത്തരം നമ്മൾ പഠിച്ചേ. 2 ഉത്തരം പഠിച്ചേ. എന്താണ്? ശുദ്ധമായ കൽബുള്ളവൻ ഡാഷ് എന്താ? നല്ല മനുഷ്യൻ. ദുഷിച്ച കൽബുള്ളവൻ ഡാഷ് ചീത്ത മനുഷ്യൻ. അപ്പൊ അങ്ങനെയും പഠിക്കുക. പിന്നെ ഇങ്ങനെ തിരിച്ചും പഠിക്കുക. എന്താ? നല്ല മനുഷ്യൻ ആരാണ്? ശുദ്ധമായ കൽബുള്ളവൻ. കൽബ് എല്ലാവർക്കും അറിയാം. പിന്നെ ശുദ്ധമായ എഴുതാൻ പഠിക്കുക. ശുദ്ധമായ കൽബ് ഉള്ളവൻ. അടുത്ത ശുദ്ധമായ കൽബുള്ളവൻ എന്താ പറയാ? നല്ല മനുഷ്യൻ. അടുത്ത അപ്പോ ചീത്ത മനുഷ്യൻ ആരാണ്? എങ്ങനെ ദുഷിച്ച ഇത് നോക്കും? ദുഷിച്ച കൽബുള്ളവൻ. അതും പഠിച്ചില്ലേ? അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
സൽസ്വഭാവം ഉണ്ടാവാൻ, സൽസ്വഭാവം ഉണ്ടാവാൻ. എന്താ സൽസ്വഭാവം ഉണ്ടാവാൻ വേണ്ടി? ഇതാ സൽസ്വഭാവം ഉണ്ടാവാൻ ദുആ ചെയ്യണം. എന്താണ്? ദുആ ചെയ്യണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് ഇങ്ങനെ ഹെഡിങ് ആയിട്ട്, അതായത് വേണ്ട കാര്യങ്ങൾ ഹെഡിങ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? സൽസ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ. ഇനി നിങ്ങൾ നോക്കുക, അപ്പുറത്തെ പാഠത്തിൽ നോക്കുക, കൽബിനെ നന്നാക്കാനുള്ള വഴികൾ. ഇനി അടുത്ത് നോക്കുക, കോപം അടക്കാനുള്ള വഴികൾ. മൂന്നാമത്തെ അടുത്ത പാഠത്തിൽ എന്താണ്? കോപം അടക്കാനുള്ള മാർഗം. കേട്ടോ, അപ്പൊ ഇത് മൂന്നും മിക്സ് ആക്കി തന്ന് ഗ്രൂപ്പ് ആക്കാനോ അല്ലെങ്കിൽ എല്ലാത്തിനും രണ്ടെണ്ണം വീണ എഴുതാനോ നാളെ എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കാം. നോക്കാം. സൽസ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ. സൽസ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ ഏറ്റവും എളുപ്പമുള്ള പഠിക്കുക. എന്താ? മൂന്നെണ്ണേ ആകുള്ളൂ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ച് പിൻപറ്റുക. ചര്യ എന്ന് പറഞ്ഞാൽ നബി ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ച് പിൻപറ്റുക. അത് പഠിച്ചില്ലേ? അടുത്ത് സൽസ്വഭാവം ഉണ്ടാവാൻ ദുആ ചെയ്യുക. ദുആ ചെയ്യാറ് അള്ളാഹിനോട് ദ്വാരക്കുക. മനസ്സിലായില്ലേ? സൽസ്വഭാവികളുമായി കൂട്ടുകൂടുക. പിന്നെ ഇതിൽ രണ്ടിൽ സൽസ്വഭാവം ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് മിക്സ് ആക്കി തന്നിട്ട് പൂരിപ്പിക്കാൻ പറയുമ്പോൾ നിങ്ങൾ സൽസ്വഭാവം എന്നുള്ള ഏതാണോ നോക്കിയിട്ട് അത് ഇതിന്റെ താഴെ എഴുതിയാൽ മതി. സൽസ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ച് പിൻപറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ്? കോപം അടക്കാനല്ല. എന്തിനാണ്? സൽസ്വഭാവം ഉണ്ടാവാനാണ്. അപ്പൊ സൽസ്വഭാവം ഉണ്ടാവാനുള്ള 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാം. എന്താണ്? കൽബ് നന്നാക്കാനുള്ള വഴി എന്താണ്? കൽബ് പറഞ്ഞാൽ ഹൃദയം നന്നാക്കാനുള്ള വഴി എന്താ? എളുപ്പമുള്ള പഠിക്കുക. നല്ലവരോട് സഹവസിക്കുക, നല്ലവരോട് കൂട്ടുകൂടുക എന്നർത്ഥം. പിന്നെ ദിക്റും സ്വലാത്തും ശീലമാക്കുക. ദിക്റ് ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വലാത്തില്ല, അങ്ങനെ ദിക്റും സ്വലാത്തും ശീലമാക്കുക. പിന്നെ നല്ല കാര്യങ്ങൾ ശീലമാക്കുക, തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക, സംഭവിച്ച തെറ്റുകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഇത് പൂരിപ്പിക്കാമെന്നാൽ ശ്രദ്ധിക്കണം, പൊറുക്കലിനെ തേടുക. അപ്പോൾ കൽബ് നന്നാവാനുള്ള വഴികൾ എന്തൊക്കെ? നല്ലവരോട് സഹവസിക്കുക, പിന്നെ ദിക്റും സ്വലാത്തും ശീലമാക്കുക. അത് രണ്ടും പഠിച്ചില്ലേ? ഇനി നമ്മൾ അടുത്തതിൽ കോപം അടക്കാനുള്ള വഴികൾ. കണ്ടോ? എന്താ? കോപം അടക്കാം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് സിമ്പിളാണ്. അപ്പോൾ അത് 3 നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പോൾ സൽസ്വഭാവം ഉണ്ടാവാൻ എന്താ പറയുക? ഇതിൻ്റെ ദുആ ചെയ്യുക. അടുത്ത് നമ്മുടെ ഉമ്മയുമായോ എന്താണ്? നമ്മുടെ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് ഡാഷ്. എന്താ? കുടുംബക്കാർ. എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉത്തരം കുടുംബക്കാരാണ്. നമ്മൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ചിരുന്നു. പക്ഷെ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. കുടുംബക്കാർ നോക്കിക്കോ. എങ്ങനെ ഇതാ? കുടുംബക്കാർ. ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട ഞാൻ പിന്നെ പറയൂട്ടോ. നമുക്ക് പിന്നെ പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താ? 3 വീതം എഴുതുക. എന്താ? 3 എഴുതണം അല്ലേ? 2 അല്ല, 3 എഴുതണം. ശ്രദ്ധിക്കണം. കോപം അതാ നമ്മൾ പഠിച്ചു തന്നെ. കോപം അടക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം പോകും. പിന്നെ അടുത്തെന്താ? കൽബ് നന്നാവാനുള്ള വഴികൾ. അതും നമ്മൾ പഠിച്ചു. ഇനി അതിലേക്ക് പോകുന്നില്ല. അടുത്ത് സൽസ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ. അത് നമ്മൾ നോക്കിയില്ല. സൽസ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? സൽസ്വഭാവം ഉണ്ടാവാനുള്ള ലക്ഷണങ്ങൾ, സൽസ്വഭാവത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? പുഞ്ചിരിക്കുന്ന മുഖം. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം. അപ്പോൾ അവർക്കുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്? നല്ല പുഞ്ചിരിക്കും. എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളോട് നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലെ? അവന് നല്ല സ്വഭാവമാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ആദ്യം സൽസ്വഭാവത്തിന്റെ ഏറ്റവും ആദ്യത്തെ അടയാളം എന്താണ്? പുഞ്ചിരിക്കുന്ന മുഖം. എങ്ങനെ പുഞ്ചിരിക്കാന്ന് എഴുതിക്കോ. നോക്കിക്കോ എങ്ങനെ എഴുതാ നോക്കിക്കോ. പുഞ്ചി എന്ന് എഴുതുമ്പോൾ ആദ്യം ഞ് എഴുതണം, പിന്നെ ചി എഴുതണം, രി. പുഞ്ചിരിക്കുന്ന മുഖം. കാണാൻ പഠിച്ചില്ലേ? പുഞ്ചിരിക്കുന്ന മുഖം. പിന്നെ എന്താണ്? നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്. ഇത് രണ്ടും എളുപ്പമുള്ളതാണ്. നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്. അടുത്ത് ക്ഷമിക്കാനും മാപ്പ് നൽകാനുള്ള കഴിവ്. ഇത് 3 പഠിച്ചാൽ മതി നിങ്ങൾ. അതാണ് എളുപ്പമുള്ളത്. ഏതൊക്കെ? പുഞ്ചിരിക്കുന്ന മുഖം, പിന്നെ എന്താണ്? നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്, പിന്നെ ക്ഷമിക്കാനും മാപ്പ് നൽകാനുള്ള കഴിവ്. ഇത് 3 സൽസ്വഭാവത്തിന്റെ അടയാളങ്ങൾ. ഇനി സൽസ്വഭാവം ഉണ്ടാവാൻ എന്താ ചെയ്യണേ? നമ്മൾ പഠിച്ചു. നബിസിനെ ചര്യ പിൻപറ്റുക, സൽസ്വഭാവികളുമായി കൂട്ടുകൂടുക, ദുആ ചെയ്യുക ഒക്കെ പഠിച്ചു അല്ലേ? ഇനി ഇവിടെ വേറൊരു ചോദ്യം പഠിക്കാണ്ട്. എന്താണ് സൽസ്വഭാവം? ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? അതും കൂടി പഠിക്കണം. എന്താ? നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം. കുറച്ച് കടുപ്പാണ് അല്ലേ? നല്ല വാക്കുകൾ നമ്മൾ വായോണ്ട് പറയണല്ലേ നല്ല വാക്കുകൾ. അപ്പൊ നല്ല വാക്കുകളും പിന്നെ പ്രവർത്തികൾക്കും അത് രണ്ടും പഠിച്ചില്ലേ? നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുക എന്താണ്? പ്രേരകമാകുക അതിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾക്ക് മനസ്സ് തോന്നിപ്പിക്കുക. അതാണ് പ്രേരകമാക്കുന്ന മാനസികമായ മനസ്സിന്റെ അവസ്ഥയാണ് സൽസ്വഭാവം. അപ്പൊ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് സൽസ്വഭാവം. എന്തൊക്കെ? നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം. അപ്പൊ ആ സൽസ്വഭാവത്തിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം നിങ്ങളവിടെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത കിബിർ എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കിബിർ. എന്താണ് നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? സത്യം നിഷേധിക്കലും ജനങ്ങളെ
സത്യം നിഷേധിക്കൽ ഓർമ്മണ്ടല്ലോ, സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ്. മറക്കാൻ പാടില്ല കേട്ടോ, പഠിച്ചത് മറക്കാൻ പാടില്ല. സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ് കിബർ. അടുത്തത് ആ 4 ഞാൻ പറഞ്ഞില്ല, അത് നിർബന്ധമായി പഠിക്കണം. അടുത്ത് കൽബിനെ നാം കാത്തു സൂക്ഷിക്കണം. എന്തിൽ നിന്നാ? അതാണ് ഞാൻ നേരത്തെ ഒരു പാട്ട് പാടി, ഷിർക്കിരിയ കിബിർ ബുഹ്ല്, ഷിർക്കിരിയ കിബിർ ബുഹ്ല്. അടുത്ത് ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചൊല്ലണം? ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലേണ്ടത് എല്ലാവർക്കും അറിയാം, എന്താണ്? അൽഹംദുലില്ലാ എന്നാണ്. നമ്മുടെ അതല്ല ചോദിക്കുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം ചെല്ലേണ്ടത് എന്താണെന്ന് അറിയാം, കുറേ ഉണ്ട്, വലിയ ദിക്റാണ്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇതാണ് ചെല്ലേണ്ടത്. എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് എഴുതി അതിന് ചെറിയ മാർക്ക് കിട്ടും കേട്ടോ. ഇത് ഫുൾ എഴുതാനുള്ള ചോദ്യത്തിന് ഇത് മാത്രം എഴുതിയാൽ അതിന് കുറച്ച് മാർക്ക് കിട്ടും. പിന്നെ പഠിക്കാൻ കഴിയുന്നവരും ഫുള്ളായിട്ട് പഠിക്കുക, അല്ലാത്തവർ ഞാൻ ഇതിന് റിസ്ക് എടുക്കണ്ട. അടുത്തത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചൊല്ലണം? അടുത്തത് അർത്ഥം എഴുതാനാണ്. ലൈസൽ മുഅ്മിനുല്ലദി യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. ഇതിൽ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയോ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുഅ്മിൻ എന്നല്ലേ, വിശ്വാസി. വേറെ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയോ? അർത്ഥം കിട്ടൂല, നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അത് കാണാതെ പഠിക്കണം. ആ അർത്ഥം ഒന്നായിട്ട് എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അല്ലാതെ ഒരു മാർഗമല്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇതാ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല. അയൽവാസി പട്ടിണി കിടക്കണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നല്ല കോഴി ബിരിയാണി മന്തിയൊക്കെ അടിച്ചിങ്ങനെ കുത്തിരിക്കുക. അത് പറ്റുമോ? അത് പറ്റൂല. എന്താണ്? കോഴി ബിരിയാണി മാത്രമല്ല, വെറും ചോറും അങ്ങനെ കഴിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അയൽവാസി പട്ടിണി കിടക്കുന്നിട്ട് നമ്മൾ നല്ലോണം ചോറുന്നാ പറ്റുമോ? പറ്റൂല. അതാ പറയണേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ, ഉണ്ണാറ എന്താ? ഭക്ഷണം കഴിക്കുക, പൂർണ്ണ വിശ്വാസി അല്ല. അത് കാണാതെ പഠിക്കാം. അടുത്ത ചോദ്യം നോക്കുക, എന്താണ്? പൂരിപ്പിക്കാം. ഇൽമ് പഠിക്കും മക്കൾ നാം ഡാഷ് 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 ഡാഷ്. അപ്പോ ആ പാട്ട് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ലല്ലേ? എന്നാ ആ പാട്ടുണ്ട്, അങ്ങനെ പാട്ടുണ്ട്. അങ്ങനെ പാട്ട് നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ. എന്നാ അങ്ങനെ പാട്ടുണ്ട് പുസ്തകത്തിൽ. ഇതാ, ഇൽമ് പഠിക്കും മക്കൾ നാം കൽബിൽ നൂറ് നിറക്കും നാം കൽബിൽ ദോഷം കലരാതെ കൽബിൻ കാവലിരിക്കും നാം. ഇതാണ് കൽബിൻ കാവലിരിക്കും. ഇതുവരെയാണ് എഴുതാനുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യപേപ്പർ കഴിഞ്ഞു. നിങ്ങൾ നോക്കുക, ഈ പാട്ട് നിങ്ങൾ പഠിക്കണം. ഈ പാട്ടിന്റെ അവസാനത്തെ 2 വരിയും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. എന്താ? റബ്ബിൻ നോട്ടം പതിയുന്ന കൽബിനെ ദിക്റിൽ പൊതിയും നാം കൽബിൽ നന്മ നിറക്കും നാം ഇഹബര വിജയം നേടും നാം. അപ്പൊ കൽബിൽ നന്മ നിറച്ചാൽ ഇഹബര വിജയം നേടും. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അവസാനത്തെ വരി എന്താണ്? കൽബിൽ നന്മ നിറക്കും നാം ഇഹബര വിജയം നേടും. അപ്പൊ ഈ പാട്ട് ഫുള്ളായിട്ടാണ് പഠിക്കുക. എന്നാൽ പിന്നെ ഒരു പേടിയും പഠിക്കണ്ടല്ലോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോവാം. ഇനി നമ്മൾ 1-ാം പാഠം മുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാണ്. 1-ാം പാഠം മുതൽ ഒന്ന് ഓടിച്ചു പോകാൻ പോവാണ്. 1-ാമത്തെ പാഠം എന്താ? ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. പിന്നെ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ എന്താണ് ഉണ്ടാവുക? റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. 2 പഠിച്ചാൽ മതി. റിസ്ക് വിശാലമാകും, ആയുസ് കൂടും. അടുത്ത, കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം? എന്താ? കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കുടുംബക്കാരെ സൽക്കരിക്കുക, എങ്ങനെ ഇത് നോക്കുക. കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക. പിന്നെ 1-ാം പാഠം മുതൽ പഠിക്കണം. 7 പാഠമുണ്ട്. 1-ാം പാഠം മുതൽ പഠിക്കണം. നമ്മൾ താരീഖ് നമ്മളെ പറ്റിച്ചതുപോലെ നമ്മൾ ഇനി ഒരു വിഷയം നമുക്ക് പറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉഷാറാക്കണം നമുക്ക്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കണം. ഇത് കാണാതെ പഠിക്കട്ടോ, എഴുതാൻ പഠിക്കുക. ആശ്വസിപ്പിക്കുകയും ചെയ്യുക. അടുത്തത് ഇവിടെ ഇത് പൂരിപ്പിക്കാനാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഡാഷ്. എന്താ? ഫൽ യസിൽ റഹിമഹു. അപ്പൊ ഇത് ഫുള്ളായിട്ട് കാണാതെ പഠിക്കുക. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യസിൽ റഹിമഹു. എന്താണ്? അള്ളാഹ് എന്നുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ. വല്യോമിൽ ആഖിർ ഉണ്ടല്ലോ, അപ്പൊ ഓർത്ത് വെക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിലും അന്ത്യനാളിലും വല്യോമിൽ ആഖിർ പറഞ്ഞാൽ അന്ത്യനാള്. അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. അപ്പൊ ഇതിന്റെ മീനിങ് നമ്മൾ ഓർത്ത് വെക്കുക. എന്നാ പിന്നെ ഇതിന്റെ മീനിങ് കിട്ടും. ഒമങ്കാന യുമിനു ബില്ലാഹി വല്യോമില്ല, അള്ളാന്റെ പേരുണ്ട്, അല്യോമിൽ ആഖിർ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അർത്ഥം എന്ന് ഓർത്ത് വെക്കുക. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത പാഠം എന്താ? പിന്നെ ഇതാണ് കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് വന്നത് കേട്ടോ. ഇത് നിങ്ങൾ നോക്കി വെക്കുക. അതായത് അൽ ജദ്ദു അൽ ജദ്ദത്തു ഖാലി 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 ഖാലത്ത് ഉമ്മ് ഖാലത്ത്. ഇത് എഴുതാണ്ടായിരുന്നു. മാതൃ കുടുംബവും പിതൃ കുടുംബവും. അത് നോക്കി വെക്കുക.
അടുത്ത അയൽവാസികൾ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ് നമ്മുടെ അയൽവാസികൾ. അപ്പൊ ആരാണ് അയൽവാസികൾ? നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ് നമ്മുടെ അയൽവാസികൾ. അടുത്ത ഇവിടെ ഒരു ചരിത്രം പറയുന്നുണ്ടല്ലോ, ആ ചരിത്രത്തിൽ പറഞ്ഞ ആളുടെ പേരെന്താണ്? അബ്ദുല്ലാഹിബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ഖുറാസാനിൽ. അത് ഓർത്തു വെക്കുക. ആരാണ്? അബ്ദുല്ലാഹിബിനുൽ മുബാറക്. എന്താ ഈ ചരിത്രം ഓർമ്മല്ലേ? അദ്ദേഹത്തെ അബ്ദുല്ലാഹിബിനുൽ മുബാറക് റളിയല്ലാഹുവിന്റെ കുടുംബ എന്താണ്, വീടിന്റെ തൊട്ടടുത്ത് എന്തുണ്ട്? ഒരു ജൂതനായ ഒരാളുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഇത് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വീടിന് വില പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, സമയം പോകും. അപ്പൊ അങ്ങനെ ആ കഥ ഉണ്ടല്ലോ, ആ കഥയിലെ ആളെ പേരാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ്? അബ്ദുല്ലാഹിബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കഥയിലെ ഗുണപാഠം എന്നുള്ളിടത്ത് ഇവിടെ പഠിക്കേണ്ട അയൽവാസികളെ ഡാഷ് എന്താ? സ്നേഹിക്കണം. എങ്ങനെ എഴുതി നോക്കുക? അത് പരീക്ഷയ്ക്ക് വന്നതാണ്, ഒന്നുകൂടി നോക്കുക. സ്നേഹിക്കണം. പിന്നെ അയൽവാസി ഏത് മതവിശ്വാസി ആയാലും ഡാഷ് എന്താ? നാം ഗുണം മാത്രം ചെയ്യണം. എന്താണ് ഗുണം? എങ്ങനെ എഴുതി നോക്കുക? ഗുണം മാത്രം ചെയ്യണം. പഠിച്ചില്ലേ? പിന്നെ അപ്പോൾ അയൽവാസികളെ ഡാഷ് എന്താ? സ്നേഹിക്കണം. അയൽവാസി ഏത് മതവിശ്വാസി ആയാലും നാം ഗുണം മാത്രം ചെയ്യണം. അടുത്ത അയൽവാസികളുടെ കടമകൾ. അയൽവാസികളുടെ കടമകൾ എന്തൊക്കെയാണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുക. എളുപ്പമുള്ള പഠിച്ചാൽ മതി. എന്താ? അവരെ സന്ദർശിക്കുക. ഇതെങ്ങനെ എഴുതാൻ നോക്കുക? സന്ദർശിക്കുക. കണ്ടോ? സന്ദർശിക്കുക. അടുത്തെന്താണ്? അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക. എളുപ്പമുള്ള 3 പഠിക്കുക കേട്ടോ. അടുത്തത് ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ ജാറുഹു ജായുൻ ഇലാ ജംബി. ഇത് പൂരിപ്പിക്കാൻ വരാം ഈ അറബി. ഇപ്പൊ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ മീനിങ് എഴുതാനാ വന്ന്, അർത്ഥം എഴുതാനാ വന്ന്. പക്ഷേ ഇത് പൂരിപ്പിക്കാനും വരാം. അപ്പൊ അതും പഠിക്കുക. കഴിയുന്നവർ പഠിച്ചാൽ മതി. അതൊക്കെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇരുന്ന് പഠിച്ച് നിങ്ങളെ തലച്ചോറ് ഇടങ്ങാറാക്കണ്ട കേട്ടോ. കഴിയുന്നവർ പഠിച്ചാൽ മതി, അല്ലാത്തവർ ബാക്കിയുള്ള എളുപ്പമുള്ളതൊക്കെ പഠിക്കുക. പിന്നെ ഈ പാട്ടും വരാം. 2 പാട്ട് പഠിച്ചില്ലേ? അപ്പോൾ രണ്ടാമത്തെ പാട്ടാണിത് കേട്ടോ. വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം, വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം. ഈ ആദ്യത്തെ 2 വരെ വരാൻ സാധ്യതയില്ല കേട്ടോ. വിരുന്നുകാരാൽ ബർക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം, വിരുന്നുകാരവർ റഹ്മത്താണെന്നാശയം എന്തൊരു സന്ദേശം. ഈ അടിയത്തെ 2 വരെ വരാൻ സാധ്യത ഉണ്ട്. ആദ്യത്തെ 2 വരെ വരാൻ അത്ര സാധ്യതയല്ല. വിരുന്നുകാരാൽ ബർക്കത്തൊഴുകും, വിരുന്നുകാർ വന്ന ബർക്കത്തൊഴുകും. അപ്പൊ ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ്. വിരുന്നുകാരവർ റഹ്മത്താണെന്നാശയം എന്തൊരു സന്ദേശം. വിരുന്നുകാരെന്താണ്? റഹ്മത്താണ്. അടുത്തത് ഇവിടെ ഒരു ചോദ്യം. അതിഥികളെ ആദരിക്കൽ എന്താണ്? ഈമാനിന്റെ ഭാഗമാണ്. അടുത്ത് ഈമാനിന്റെ ഭാഗമാണ് ഡാഷ് അതിഥികളെ ആദരിക്കൽ. അതിഥികളെ എങ്ങനെ എഴുതാൻ നോക്കുക? അതിഥികളെ ആദരിക്കൽ. അടുത്ത് വിരുന്നിന്റെ മര്യാദ. അതായത് വിരുന്ന് ഒരാളെ അതിഥിയായിട്ട് വരുമ്പോൾ അയാളോട് കാണിക്കണ മര്യാദ. പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കുക. പ്രസന്ന എങ്ങനെ എഴുതാൻ നോക്കുക? പ്രസന്ന ഭാവം. നിങ്ങൾ പുഞ്ചിരിച്ച് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുണ്ടെങ്കിൽ അത് എഴുതിയാലും മതി. നിങ്ങൾക്ക് മാർക്ക് തരും കേട്ടോ. നിങ്ങൾ മാർക്ക് തരുന്നില്ല ഉസ്താദിനോട്, ഉസ്താദ് നിങ്ങൾക്ക് മാർക്ക് തരുന്നില്ല എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. മാർക്ക് തരണം. പുഞ്ചിരിച്ച് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഉത്തരം ശരി തന്നെ കേട്ടോ. പ്രസന്ന ഭാവത്തോടു കൂടി എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ഭാഷയാണ് പുഞ്ചിരിക്കുക. പ്രസന്ന ഭാവം എഴുതാൻ ബുദ്ധിമുട്ട്, പുഞ്ചിരിക്കാൻ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നിങ്ങൾ പഠിക്കണം. അടുത്ത അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അത് 2 പഠിച്ചാൽ മതി. ഇപ്പോൾ അവരുടെ സുഖവിവരങ്ങൾ. പിന്നെ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം. അത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. അടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ കൊടുക്കണം. അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ നോക്കാം. പിന്നെ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ഡാഷ് ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. ദുആ ചെയ്യുക. എന്താണ്? ദുആ ചെയ്യുക. അടുത്ത മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. ഇത് കാണാതെ പഠിക്കുക. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. പിന്നെ അടുത്ത പാഠമാണിത്. അദബ് വേണം ഭോജനത്തിലും. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ഡാഷ് വേണം. ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. അപ്പൊ ചോദ്യം, ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് എന്തിന്? ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. അടുത്ത ചോദ്യം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എന്താവശ്യമാണ്? ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. ആരോഗ്യ എന്നെങ്ങനെ എഴുതി നോക്കുക? ആരോഗ്യം എഴുതി നോക്കണം. എല്ലാ വാക്കുകളും എഴുതി നോക്കണേ. ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. നിങ്ങൾ എഴുത്ത് വൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എഴുതിയ ഉത്തരം ഫുള്ള് കറക്റ്റ് ആയിരിക്കും. പക്ഷെ എഴുത്ത് ഫുള്ള് ആകെ ഇങ്ങോട്ട് ബരകിയ മാതിരിയാണെങ്കിൽ എന്തായിരിക്കും?
ഉസ്താദ്മാർക്ക് നോക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയായിരിക്കും, ആൻസർ ഷീറ്റ് തരുന്ന സമയത്ത് ഉസ്താദിനോട് ഉസ്താദ് ഇത് ഞാൻ എഴുതിയത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഇത് വായിക്കാൻ തന്നെ മൂഡ് ഉണ്ടാവില്ല. ഉസ്താദ്മാർക്ക് ഇത് നോക്കാൻ ഒരു ക്ലാസ്സിൽ തന്നെ 30-40 ക്ലാസ്സുള്ള കുട്ടികളുള്ള മദ്രസൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഉസ്താദ്മാർക്ക് അത് നോക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എഴുതുന്നത് തെറ്റാണെങ്കിലും ശരിയാണ്, വൃത്തിയിൽ എഴുതുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കണം എന്തിന്? എന്താണ്? ശരീരത്തിന്റെ ആരോഗ്യം. അപ്പോൾ ഈ പാഠത്തിൽ ഏറ്റവും കൂടുതൽ എഴുതാൻ പഠിക്കേണ്ടത് എന്താണ്? ആരോഗ്യത്തിന്. അടുത്തത് പിന്നെ നാം പാലിക്കേണ്ട ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ എന്താണ്? നാം പാലിക്കേണ്ടതാണ്. അതൊക്കെ പൂരിപ്പിക്കാൻ വരും. നാം പാലിക്കേണ്ടതാണ്. അടുത്തത് കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം? ഇത് നോട്ട് ചെയ്യട്ടെ. ഇത് ഒരു പക്ഷേ അരക്കൊല്ല പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഹലാലും തൊയ്യിബും ആയിരിക്കും. ഹലാലും തൊയ്യിബ് ഒരാൾ പേര് ആലോചിച്ചാൽ മതി. ഹലാലും തൊയ്യിബും ആയിരിക്കും. അടുത്തത് ഇനി പിന്നെ ഭക്ഷണത്തിന്റെ മര്യാദകൾ എല്ലാവർക്കും അറിയാം. ഒരു ലോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ ആർക്കും പഠിക്കാൻ കഴിയുക? നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഓർമ്മ പറയാം. നിങ്ങളെല്ലാവരും ബിസ്മില്ലില്ല ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ബിസ്മി ചൊല്ലുക. എഴുതിക്കോ. നിങ്ങൾ കൈ കഴുകില്ല, അപ്പോൾ 2 കൈയും കഴുകുക. അപ്പോൾ 2 കൈകളും വായും കഴുകുക. അപ്പോൾ ഒരു സുന്നത്ത് പഠിച്ചു, 2 കൈകളും വായും കഴുകുക. പിന്നെ നിങ്ങളെല്ലാവരും ഇരുന്നല്ലേ കഴിക്കല്? അപ്പോൾ അതും ആലോചിക്കാം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആലോചിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇരുന്ന് കഴിക്കുക എങ്ങനെ? ഇതൊക്കെ കഴിക്കുക. പിന്നെ ഏത് കൈ കൊണ്ട് കഴിക്കുക? വലത് കൈ കൊണ്ട്. അപ്പൊ തന്നെ എത്ര ഉത്തരങ്ങൾ പഠിച്ചു. ഇനി ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്ന എന്ത് ചെയ്യേണ്ടത്? ബിസ്മില്ലാഹി അവ്വലഹു വാഖിറഹു. ഇത് നിങ്ങൾ കാണാൻ പഠിക്കുക. അടുത്ത് അല്പാൽപമായി കഴിക്കാൻ ധൃതി കാണിക്കാതിരിക്കുക. എഴുതാൻ വരുന്നുണ്ട് ധൃതി. അടുത്ത ഭക്ഷണം താഴെ വീഴാതെ ഡാഷ് ശ്രദ്ധിക്കുക. എങ്ങനെ ശ്രദ്ധിക്കുക? ഇത് നോക്ക്. ശ്രദ്ധിക്കുക. താഴെ വീണാൽ എന്ത് ചെയ്യണം? എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. എങ്ങനെ നോക്ക്? വൃത്തിയാക്കി എങ്ങനെ ഇത് നോക്ക്? വൃത്തിയാക്കി കഴിക്കുക. അടുത്ത ഭക്ഷണത്തിലേക്ക് പാനീയത്തിലേക്കും ഡാഷ് വിടാതിരിക്കുക. ശ്വാസം. എങ്ങനെ ഇത് നോക്ക്? ശ്വാസം. അടുത്തത് ഭക്ഷണം കഴിച്ച പാത്രം ഡാഷ് വടിച്ചു വൃത്തിയാക്കി കഴിക്കുക. കാണാതെ പഠിക്കുക. വടിച്ചു. ഇതൊക്കെ പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വടിച്ചു വൃത്തിയാക്കി കഴിക്കുക. അടുത്ത അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് പിന്നെ സ്വഭാവത്തിലാണ് സൗന്ദര്യം. ഇവിടത്തെ സൽസ്വഭാവം എന്നാൽ എന്ത്? അത് പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ഉണ്ട് അതാണ് സൽസ്വഭാവം. ഏതാണ് സൽസ്വഭാവം? അതായത് അള്ളാഹും ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്നു. അന്ത്യദിനത്തിൽ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന അനുഭവപ്പെടുന്നു. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരും. അന്ത്യദിനത്തിൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് ഏതാണ്? സൽസ്വഭാവം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈ പാഠത്തിൽ ആദ്യം നിങ്ങൾ എഴുതാൻ പഠിക്കണം. സൽസ്വഭാവം എഴുതാൻ പഠിക്കണം. എങ്ങനെ സൽസ്വഭാവം എഴുതാ? സൽ വേറെ, പിന്നെ സ്വഭാവം വേറെ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് എഴുതരുത് കേട്ടോ. ഉസ്താദ്മാർക്ക് പിരാന്ത് ഉണ്ടാക്കരുത്. സ്വഭാവം എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? സിവ എഴുതണം. പിന്നെ ബാ എഴുതിയിട്ട് ഹാവാണം. സൽസ്വഭാവം. മനസ്സിലായോ? അടുത്ത സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് നമ്മൾ പഠിച്ചു. സൽസ്വഭാവത്തിന്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഇവിടെ പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുള്ള ക്ഷമിക്കാനും ഡാഷ് നൽകാനുള്ള കഴിവ്, മാപ്പ് നൽകാനുള്ള കഴിവ്. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഹ്സിൻ ഖുലുഖി. ഇത് കാണാതെ പഠിക്കാം. ഇവിടെ ഇത് ചെറുതാണല്ലോ, ഇത് കാണാതെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഹ്സിൻ ഖുലുഖി. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അടുത്ത 6ാമത്തെ പാഠം. ഇവിടെ ഇത് ശുദ്ധമായ കൽബും പിന്നെ ഇതൊക്കെ നമ്മൾ പഠിച്ചത്. ഇത് ഞാൻ ഈ തൊടുന്നൊക്കെ നിങ്ങൾ വായിക്കി അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. പിന്നെ കിബിറു ബുഹുൽ, ഷിർക്ക്, റിയാ, കിബിറു ബുഹുൽ, ആ പാട്ട് പഠിച്ചു. അത് കൽബിനെ നന്നാക്കേണ്ടത്. ഇവിടുന്ന് 2 പഠിച്ചു അല്ലേ? ഇനി അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ഇത് പൂരിപ്പിക്കാൻ വരും. പക്ഷേ ഇതൊക്കെ പാടെ പഠിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? നേരത്തെ പഠിച്ച കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അതൊക്കെ പഠിക്കരുത്. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അറിയുക. ശരീരത്തിൽ ഒരു മാംസക്കഷ്ണമുണ്ട്. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത. മാംസക്കഷ്ണമുണ്ട്. അത് നന്നായാൽ ഡാഷ് ശരീരം മുഴുവൻ നന്നായി. ശരീരത്തിൽ മാംസക്കഷ്ണം നന്നായി ശരീരം മുഴുവൻ നന്നായി. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക. അതാണ് ഹൃദയം. അപ്പോൾ ഇവിടെ ഒരേപോലത്തെ സംഗതി ഉണ്ട്. അത് വേഗം പഠിക്കുക. അത് നന്നായി ശരീരം മുഴുവൻ നന്നായി. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അപ്പോൾ നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക. അതാണ് ഡാഷ്. ഹൃദയം. എങ്ങനെ എഴുതാൻ നോക്ക്? ഹൃദയം. അല്ല ആണ്. ഹൃദയം. അടുത്തത് ലാസ്റ്റ് പാഠം. നീ കോപിക്കരുത്.
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആരാണ് നബി തങ്ങളുടെ പുതപ്പ് പിടിച്ച് വലിച്ചത്? ഒരു അഅറാബി. കാണാൻ പഠിക്കണം. ഒരു അഅറാബി, എഴുതാൻ പഠിക്കുക. ഒരു അഅറാബി ആ പുതപ്പ് ശക്തിയായി വലിച്ചപ്പോൾ നബി തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? കഴുത്തിൽ അടയാളം വരുത്തി. എങ്ങനെ വായിക്കണ്ടേ? കഴുത്തിൽ അടയാളം വരുത്തി. എന്താണ് അയാൾ പറഞ്ഞത്? മുഹമ്മദെ, നിന്റെ പക്കലുള്ള അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് തരാൻ പറഞ്ഞു. നബി തങ്ങൾ എങ്ങനെ പ്രതികരിച്ചു? ഇതാ, മോശമായി പെരുമാറുന്നവരോട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി. എങ്ങനെ പ്രതികരിച്ച്? പുഞ്ചിരിക്കുന്ന മുഖം. പഠിക്കുക. പുഞ്ചിരിക്കുന്ന എന്തായാലും എഴുതാൻ പഠിക്കണം കേട്ടോ. അടുത്തത്, മോശമായി പെരുമാറുന്നവരുടെ എന്താ? കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നേരിടേണ്ടത്. ഇതിവിടെ രണ്ട് രൂപത്തിൽ ചോദ്യം വരാം. മോശമായി പെരുമാറുന്നവരോട് എന്താ? കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ട്. ഇനി വേറൊരു ചോദ്യം ഉണ്ട്. എന്താ? കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത്. ആരെ? കോപിക്കുന്നവരോട്. അടുത്തത്, പിന്നെ കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തത്, കോപം അടക്കാനുള്ള മാർഗങ്ങൾ പഠിച്ചു. അടുത്ത ഇതാണ് നമ്മൾ നോക്കാത്തത്. ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. നേരത്തെ പഠിച്ച കുട്ടികൾ ബുദ്ധിമുട്ടണ്ട. ഇനി പുതിയ കുട്ടികൾ പഠിച്ച് ബുദ്ധിമുട്ടാക്കണ്ട എന്ന് എൻ്റെ അഭിപ്രായം. പഠിക്കാൻ കഴിയുന്ന ആളുകൾ പഠിച്ചാൽ മതി കേട്ടോ. അർത്ഥം എന്തായാലും ചോദിക്കാം. ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ലേ ശക്തി? നമ്മൾ പണ്ട് പഠിച്ച് നമുക്ക് അങ്ങനെയല്ലേ നമ്മളൊക്കെ അങ്ങനെയല്ലേ മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെയല്ല ഇത്ര. ഗുസ്തിയിൽ ഗുസ്തി പറഞ്ഞാൽ ഒരാൾ പഞ്ചഗുസ്തി കണ്ടില്ല നിങ്ങൾ? അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഇങ്ങനെ വെച്ചിട്ട് അതന്നെ. അതുപോലത്തെ ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തി. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. ഇവിടെ കുറച്ച് വാക്കുണ്ട്. നിയന്ത്രിക്കാൻ. കണ്ടോ? എങ്ങനെ ഇത് നോക്കുക? കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. എങ്ങനെ യഥാർത്ഥ ശക്തൻ? ഇത് ഇവിടെ ചോദ്യം ഇങ്ങനെയും വരാം. യഥാർത്ഥ ശക്തൻ ആരാണ്? കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. നിർബന്ധമായി നിങ്ങൾ എഴുതിയിട്ടും കാണാതെയും പഠിക്കണം. ഇതൊരിക്കലും മിസ്സാക്കരുത്. വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഏതായാലും അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.